ഒരു സമ്പൂർണ്ണ മനുഷ്യനെ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞത് ഫ്രാൻസിസ് ബേക്കണാണ്. ഒരു മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകളെയും ജീവിതത്തെയും വായന എത്രത്തോളം വിശാലമാക്കുമെന്ന് അതിൻ്റെ നേർസാക്ഷ്യമായിരുന്നു ഇന്നലെ അന്തരിച്ച സാനു മാസ്റ്റർ. കുട്ടിക്കാലം മുതൽ പുസ്തകങ്ങളായിരുന്നു സാനു മാസ്റ്ററിൻ്റെ കൂട്ടുകാർ. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആരാകാനാണ് തനിക്ക് ആഗ്രഹമെന്നൊരു അധ്യാപകൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുമാരനാശാൻ്റെ നളിനിയുടെ വരികൾ കോട്ട് ചെയ്താണ് അദ്ദേഹം മറുപടി പറഞ്ഞ്, അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റുള്ളവർക്ക് ഗുണകരമായി തൻ്റെ ജീവിതം മാറ്റി എഴുതുന്ന രീതിയിലായിരിക്കും പ്രവർത്തിക്കുക. അതായിരിക്കും എൻ്റെ മോഹം, അതാണ് എൻ്റെ ലക്ഷ്യമെന്നാണ് അധ്യാപകനോടെന്ന വിദ്യാർത്ഥിയായ സാനു പറഞ്ഞത്. സ്വന്തം ജീവിതം മുഴുവൻ നന്മകൾ ചെയ്തും നാട്ടുകാരെ നല്ലതിനായി പ്രേരിപ്പിക്കുകയും ചെയ്യാൻ ആശാൻ്റെ കവിതയാണ് സാനുമാഷിന് ഗുണമായത്. വലുതായപ്പോൾ വായനയും ഒപ്പം വളർന്നു. വായന ഒരു മനുഷ്യനെ എങ്ങനെ വ്യക്തിശുദ്ധിയുള്ളവനാക്കും എന്നതിൻ്റെ തെളിവായി സാനുമാഷൻ നമ്മുടെ മുമ്പിൽ ജീവിച്ചു. മുൻവിധികളില്ലാത്ത തുറന്ന വായന സംസ്കാരങ്ങളെയും ജനങ്ങളെയും അടുത്തറിയാൻ നമ്മെ ഒരുപാട് സഹായിക്കും. വായന നമ്മുടെ മനസ്സിനെ വിപുലപ്പെടുത്തും. നീതിബോധവും സഹാനുഭൂതിയും സഹവർത്തിത്വവും ഒക്കെ നമ്മളിൽ വളരും. വായന ഉണ്ടായാൽ വായിച്ചു വളരുക എന്നാണല്ലോ. വായിച്ചു വളരുന്നവരെ ഒരിക്കലും അഹംഭാവം എന്ന വികാരം പിടികൂടില്ല. അവർക്ക് അവരെ അറിയാം. അഹം ബ്രഹ്മാസ്മി എന്നവർ പഠിച്ചുകൊണ്ടേയിരിക്കും. നീ നിന്നെ തന്നെ അറിയുക. ഒരു മൺതരിയോളം ചെറുതാണ് ഞാൻ എന്നാണ് മാഷ് ഒരിക്കൽ പറഞ്ഞത്. വായിക്കുന്നവരാണ് മറ്റുള്ളവരിൽ നിന്നും വേറിട്ടവരും വിശേഷപ്പെട്ടവരുമെന്ന് ONV തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ ONVയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു സാനു മാഷ്.